തലമുറകളായി നടത്തിപ്പോരുന്ന കാർഷിക വിനോദമായ കാളപ്പൂട്ട് നിരോധിച്ചതിൽ അതൃപ്തിയുമായി കാള ഉടമകളും കാളപ്പൂട്ട് പ്രേമികളും 1.5 വർഷമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള കാളപ്പൂട്ട് തുടരാൻ അനുവദിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കർഷകനും കാർഷിക തൊഴിലാളിയും കാർഷികേതര ജോലിയിൽ ഏർപ്പെടുന്നവരും ഒരുമിച്ച് പങ്കാളിയാകുന്ന നാട്ടുകാർ ഒന്നായി ഏറ്റെടുക്കുന്ന കാർഷിക ഉത്സവമാണ് കാളപൂട്ട് മത്സരം. ഒരു വിനോദത്തിലുപരി മതമൈത്രി സന്ദേശം കൂടി ഇവ പകർന്നു നൽകുന്നു. കാളപൂട്ട് മത്സരത്തിനെതിരെ ചില പ്രദേശങ്ങളിൽ നിന്നുയർന്ന ഒറ്റപ്പെട്ട പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ നിരോധനം വന്നത് കാളപൂട്ട് പ്രേമികളെ അക്ഷരാർത്ഥത്തിൽ നിരാശരാക്കുകയാണ്. തങ്ങളുടെ പഴമക്കാർ തുടക്കമിട്ട ഈ കാർഷിക വിനോദത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലയിലെ കാളപൂട്ട് പ്രേമികൾ. കാളപൂട്ടിനായി കണ്ടത്തിലിറക്കുന്നതോടെ കാളകളെ പീഡിപ്പിക്കുകയല്ല, മറിച്ച് സംരക്ഷിക്കുകയാണെന്നാണ് ഇവരുടെ വാദം. ദിനംപ്രതി 500 മുതൽ 1000 രൂപ വരെ കാളകളെ പരിപാലിക്കുന്നതിനായി ചിലവാക്കുന്ന ഇവർ ഇപ്പോഴും കാളപൂട്ട് നിരോധനത്തിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ്. തങ്ങളുടെ പ്രിയ കാളകളെ ബലിയിറക്കുവാനോ കശാപ്പ് ചെയ്യുവാനോ നൽകാനും ഇവർ ഒരുക്കമല്ല. ഒരു ഓട്ടം ഓടി വന്നാൽ പലജാതി മരുന്നുകളും വെച്ച് ഒഴിഞ്ഞ് അത്രയ്ക്കും നമ്മുടെ കുട്ടികളെക്കാൾ ഏറെ പരിപാലിച്ചും കൊണ്ട് അത് പോകുന്നത്. ഇതെന്ത് പീഡനമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്ത് പീഡനമാണെന്നാണ് മനസ്സിലാകുന്നില്ല. കാരണം ഇത് എത്രയോ പരമ്പരാഗതമായിട്ട് നടന്നു പോരുന്നൊരു വിനോദമാണിത്. ഇത്തരം വിനോദങ്ങൾക്ക് നാട്ടിൽ എടുത്തു പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. നിരോധനം പിൻവലിച്ച് കാളപൂട്ട് വിനോദം തുടരാൻ അനുവദിക്കാത്ത പക്ഷം പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കാളപൂട്ട് പ്രേമികളുടെ കൂട്ടായ്മ. ഇക്ബാൽ പാലത്തിങ്ങലിനൊപ്പം റിപ്പോർട്ടർ മലപ്പുറം. ആദ്യകാല ആലുവ മൂന്നാർ റോഡിന്റെ ഭാഗമായ മൂന്നാർ മാങ്കുളം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ലക്ഷങ്ങൾ മുടക്കി പൊതുമരാമത്തിന്റെ നേതൃത്വത്തിൽ പണി പൂർത്തിയാക്കിയിരുന്നതാണെങ്കിലും നിർമ്മാണത്തിലുണ്ടായ അപാകതം മൂലം വീണ്ടും അപകട ഭീഷണി ഉയർന്നിരിക്കുകയാണ്.